ഇദ്ദേഹം പറഞ്ഞത്. കൊഞ്ചാണോ കൊഞ്ചാണോ? ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മൾ അൻഷാദ് ഉണ്ട്, പിന്നെ നമ്മളുടെ സുഹൃത്തായ വികാസ് ഉണ്ട്. വികാസ്, അതെ, ഞങ്ങളെല്ലാം യൂട്യൂബേഴ്സ് ആണ് കേട്ടോ. ഞങ്ങളെല്ലാം കൊല്ലത്തെ യൂട്യൂബേഴ്സ് ആണ്. കൊല്ലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അൻഷാദ് എന്താ ചാനൽ? അൻഷാദ് തന്നെയാണ് ചാനൽ പേര്. അൻഷാദ് നാസർ യൂമാപ് ട്രാവലർ. നമ്മള് ഒരുമിച്ച് പഠിച്ചാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അൻഷാദ് ഖാടെ യൂട്യൂബ് ചാനലില് കാള ആക്റ്റീവാണ് അൻഷാദ് എന്റെ ചാനലിൽ വരുമ്പോ കേട്ടോ. അൻഷാദ് വീഡിയോ എടുക്കുന്നില്ലല്ലോ. അതെ അതെ അതെ. പിന്നെ തള്ളാൻ വേറെ ആള് വേണ്ട. അതെ അതെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പറയണ്ടേ? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം പെരുമൺ അല്ലേ? കിട്ടില്ല സൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. അതെ, കിട്ടില്ല ഒരു സൈറ്റിലാണ് നിൽക്കുന്നുണ്ടോ. കൊല്ലം പെരുമണിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിന്ന് വന്നു വെച്ചാല് നമ്മള് വികാസ് ഈ കേരളത്തിലല്ല കൊല്ലത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ മീൻ കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലെ തന്നെ യൂട്യൂബർമാരില് ഇതാണൊക്കെ ഒരു കൺസെപ്റ്റിൽ വീഡിയോ ചെയ്യുന്ന വികാസം മാത്രമേ ആണ്. ഒരു ചാൻസ് കിട്ടിയത് പറയാം അൻഷാദ്. ഓക്കെ, അപ്പൊ അൻഷാദ് ഒരു ചാക്കുമായിട്ട് വന്നിട്ടുണ്ട്. അൻഷാദ് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ ഒരു ചാക്ക് മീൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ മീൻ മാർക്കറ്റ് പടക്കി രാവിലെ എഴുന്നേറ്റ് വന്നു. ഇപ്പൊ 7:30 ആയി കേട്ടോ. 6 മണിക്ക് 6:30 മീൻ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമുക്ക് എവിടെ ഇവിടെ അടുത്ത് തന്നെയല്ല മാർക്കറ്റ്. അപ്പം നമ്മള് ജസ്റ്റ് പോയി മാർക്കറ്റിൽ പോയി വള്ളം എടുക്കുന്ന സ്ഥലത്ത് അപ്പൊ നമുക്ക് പോയിട്ട് മീനൊക്കെ മേടിക്കാം. അതെ, നമ്മള് ഇൻട്രോ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് നമ്മളിപ്പോൾ പെരുമൺ പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാലം എന്ന് പറഞ്ഞ സ്ഥലമല്ല, പാലമുണ്ട്. പെരുമൺ പാലത്തിനടുത്ത് വന്നിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ വികാസ മീൻ. പാലത്തിന്റെ താഴെ വള്ളമൊക്കെ എടുക്കുന്ന സ്ഥലം. അതെ, പാലം ഞാൻ കാണിച്ചു കേട്ടോ. നല്ല രസമില്ലല്ലേ? രാവിലെ ഞങ്ങള് വന്നോണ്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് സൂപ്പർ കേട്ടോ. പണ്ടേ ഞങ്ങള് ഇതിലെ കൂടെ ബൈക്ക് എടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ, എന്റെ ബൈക്ക്. എന്നിട്ട് അവസാനം ഇവിടുന്ന് ഭയങ്കര പാടായിരുന്നു കയറ്റി കൊണ്ടുപോകാൻ. നമ്മളിപ്പോ പെരുമൺ പാലം എത്തി. ഇതാണ് പെരുമൺ പാലം കേട്ടോ. പണ്ട് ട്രാജഡിയൊക്കെ നടന്ന, ട്രെയിൻ ആക്സിഡന്റ് നടന്ന പെരുമൺ പാലമാണ്. ഇപ്പം കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. പെരുമൺ പാലത്തിന്റെ അവിടെ നമ്മൾ ജങ്കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതാ പാലം പണിയുന്നുണ്ട് കേട്ടോ. പാലത്തിന്റെ കൺസ്ട്രക്ഷനാണ് നടന്നു വരുന്നുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്താണ് മീൻ കിട്ടുന്നത് പറഞ്ഞിട്ടോ. അതായത് നമ്മളെ ഈ ജങ്കാറല്ല, വള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പറഞ്ഞല്ലേ. എത്ര മണിക്ക് വരും? വന്നാണോ? ഓരോരോ വള്ളം വരുന്നത് അല്ലേ? മാർക്കറ്റ് അല്ലല്ലേ? ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. വികാസാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. മഞ്ചാടിക്കുരു ഒക്കെ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു കണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. ബോട്ട് വന്നു ബോട്ടല്ല, കപ്പൽ. കൊച്ചു കൊതുമ്പെള്ളം വന്നു. മൊത്തം മഞ്ചാടി ഉണ്ട് കേട്ടോ. അവിടെ വേണ്ട വെള്ളം വന്നുണ്ടോ? നമ്മളങ്ങോട്ട് പോവാം. തേട് വലിയ പറയത്തക്ക മീനൊന്നും ഇല്ലല്ലോ. ചെറിയ മീനുകളൊക്കെ ഉള്ളു. പിന്നെ ഒരു അഴുക കിടപ്പുണ്ടല്ലോ. അഴുക, പിന്നെ വേറെ വികാസ് പറഞ്ഞു, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനിതാ ഇപ്പൊ എടുത്തിട്ടുണ്ട്. അതാ മരപ്പി, ഇതാ മുകളിൽ കിടക്കുന്നത്. ഇല്ലടാ, ഇതൊന്നും വീട്ടിൽ ആരും കൂട്ടത്തില്ല. കരിമീൻ, കൊഞ്ച്, പുതിയൊരു വള്ളം വരുന്നുണ്ട്. വല്ലതും ഉണ്ടാ കേട്ടാ? രാവിലെ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ചെമ്മീനുണ്ട് കേട്ടോ. എടിക്കുന്നോ? ഒരു വലിയൊരു ചെമ്മീനുണ്ട്. ഒരെണ്ണേ ഉള്ളു. നമുക്കിത് അവസാനം കിട്ടി കേട്ടോ നമ്മളെ സാധനം. അൻഷാദ് പെട്ടയ്ക്കുന്ന കാര്യം. ചേട്ടാ എടുക്കാവോ? എത്ര ചോദിച്ചാ? ചേട്ടാ, ഇതാ സാധനം കേട്ടോ. നല്ല അടിപൊളി കരിമീൻ.
പിടയ്ക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേർക്കും കഴിഞ്ഞ ദിവസം പിടയ്ക്കുന്ന മീൻ കരിമീൻ നോക്കി. ഇത് ഇച്ചിരി അത്യാവശ്യം വലുതാ. വേറെ കച്ചവടമായെന്ന് തോന്നുന്നുണ്ട്. കച്ചവടമായില്ല, നമുക്ക് കച്ചവടമായത്. എത്ര എല്ലാം കൂടെ പറ. അതെ മറ്റേ ഇതൊന്നും വേണ്ട കേട്ടോ. ഇത് എടുത്തു. ഡിമാൻഡുള്ള മീനല്ല. ഈ 1600 ചെയ്യണം. കരിമീൻ മാത്രം മതി, മറ്റേ തേടൊന്നും വേണ്ട. കൂട്ടത്തില്ല, അതുകൊണ്ടാ വീട്ടിൽ. എത്ര? 1600 രൂപയോ? എന്താമോ ആ കരിമീൻ മാത്രം ഒന്ന് എടുത്ത് കാണിക്കാവോ? 1600 രൂപയ്ക്ക്. അതാണ് വികാസ് മീൻ വാങ്ങാതല്ലേ? അല്ല നോക്കട്ടെ എത്ര ഉണ്ടെന്ന്. ഇച്ചിരി കൂടുതലല്ല, ആകെ 4 എണ്ണല്ലേ ഉള്ളൂ. 4 അല്ല, 5-6 ഉണ്ട്. വില പറഞ്ഞോ, നീയല്ലേ വാങ്ങിക്കുന്നത്? വികാസിന്റെ കണക്കനുസരിച്ച് എത്ര വില ഉണ്ട്? എന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോ എന്നെ എന്തെങ്കിലും പറയും. ഒരു കൊടുക്കത്തില്ല അത്ര. അതിനകത്ത് ഞണ്ട് ഒരിക്കുന്നല്ല, അത് മാറ്റി വെച്ചിരിക്കണം. യൂട്യൂബ് ലേലം വിളി, മീൻ ലേലം. 1300 രൂപ കൊടുത്താൽ 1400 രൂപ പറയണോ? 1300 രൂപ കൊടുക്കും. ഇതിന് ഇത്രയും വില അല്ലേ? അഴുക വേണമെങ്കിൽ 1000 രൂപയ്ക്കാണ് എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നോ, ഇല്ലെങ്കിൽ വേറെ കൊടുത്തോ, കുഴപ്പമില്ല. 1200 ഇല്ലേക്കാ? എന്നാ വേണ്ട വേണ്ട വേണ്ട, അവര് കൊടുത്തിട്ട് ആളുണ്ടെന്നല്ലേ പറഞ്ഞു. പകുതി കേന്ദ്ര ആയിട്ടുണ്ട് എനിക്ക്. അപ്പൊ അവര് പറയുന്ന വില ഭയങ്കര കൂടുതലായിട്ടാണ് തോന്നിയത്. കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വികാസ് ഇനി വേറെ എവിടെ ഉണ്ട് പറഞ്ഞേ? ഇത് ഇതിനപ്പുറത്തൊരു കടവുണ്ട്, അവിടെ പോയി നോക്കാം. ഈ പാലത്തിന്റെ അപ്പുറത്ത്, അതായത് ഇതിന്റെ അപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു ഐലൻഡ് ആവും, അതായത് മൺട്രോ ഐലൻഡ് അല്ലേ? അപ്പൊ മൺട്രോ തുരത്തിൽ പോയിട്ട് മേടിക്കാൻ വെച്ചു. നമുക്ക് ജങ്കാർ വഴി പോവാം. നമ്മളിപ്പം നടന്നു വന്നോണ്ട് നമുക്ക് നടന്നു പോയത് കേട്ടോ. ഇതാ നമുക്ക് ഈ റെയിൽവേ പാലത്തിന്റെ മേളിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് മൺട്രോത്തുരത്തിലോട്ട് എത്താം. അവിടെ കാണുമോ? നോക്കാല്ലേ. ഇതില് ആ പാലം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നടന്നു വന്നു. ഇനി വികാസിന് അറിയാം എവിടെയൊക്കെ കിട്ടുമെന്ന്. തൊട്ടാവാടിയൊക്കെ കിടന്നൊക്കെ വീഡിയോ എടുക്കും കേട്ടോ. അപ്പൊ നമ്മളിതാ എത്തി കേട്ടോ. കുറച്ച് അവിടെ നിന്ന് കുറച്ച് നടന്ന അല്ല, ഇവിടെ മീനുണ്ടോന്ന് അറിയത്തില്ല. എത്തിയത് പറഞ്ഞു വെച്ചാൽ അടുത്തൊരു കടവ് എത്തി കേട്ടോ. ആ കടവിന്റെ ഇപ്പുറത്ത് വേറൊരു കടവുണ്ട്. അതെ, അൻഷാദൊക്കെ ചിലപ്പോൾ 2000 രൂപ മീൻ പറഞ്ഞാൽ ചിലപ്പോൾ പൈസ കൊടുത്ത് മേടിച്ചേനെ കേട്ടോ. പിന്നെ നമ്മളെ വികാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നടന്നത്. ഇപ്പുറത്തെ കടവെത്തി കേട്ടോ. കണ്ടോ? കടവെത്തി. കടവ കായല അല്ലല്ല, ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇവിടെയൊക്കെ. എന്തോ ഇടച്ചാൽ കായലോ? ഇടച്ചാൽ കായൽ കേട്ടോ. ഇതിലെ ഞാൻ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ടോ? ഇതിലെ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ ഈ പാലം കണ്ടോ? ഇതിൽ 2 ട്രെയിൻ പോകുന്ന ട്രാക്ക് നമ്മൾ നേരത്തെ കണ്ടു. പക്ഷെ ഇത് അടുത്ത് കേട്ടോ. ട്രെയിൻ ട്രാക്ക് എന്ന് പറയുന്നത് ട്രെയിനൊക്കെ നമുക്ക് തൊടാൻ പറ്റും. ഇത്ര അടുത്താണ് കേട്ടോ. കണ്ടോ ഫുള്ള് കായൽ. നമ്മൾ മൺട്രോത്തുരത്തിൻ്റെ അപ്പുറത്ത് മീനുണ്ട് കേട്ടോ. നമുക്ക് പോയി നോക്കാം. അതെ, അപ്പോഴേ നമ്മൾ ട്രെയിനും കണ്ടുകൊണ്ട് രാവിലെ വന്നിട്ട് മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളൊരു ചായ പിടിക്കുക കേട്ടോ. എൻ്റെ അമ്മ വല്ല ജ്യൂസിൻ്റെ ഗ്ലാസ്. ഇത് അടുത്ത ട്രെയിനും കൂടെ പോകുന്നു. അടിപൊളി കേട്ടോ. കരിമീൻ വല്ലതും ഉണ്ടോ? കരിമീൻ്റെ വലയല്ല മനുഷ്യ, കറുപ്പ് വല കരിമീൻ്റെ അല്ല. ഓരോ വലയുണ്ട്. അതെ, കരിമീൻ എന്തോ വെളുത്ത വലയാണോ? അപ്പൊ അടുത്ത വള്ളം വന്നു. മീനൊന്നും ഇല്ല കേട്ടോ. കരിമീനില്ല, മീനുണ്ട്, ചെറിയ ചെറിയ മീനുകളൊക്കെ ഉള്ളു. കൊഞ്ചുണ്ടോ? കൊഞ്ച് ഇത് നെത്തോലി അല്ലടാ. നെത്തോലിക്ക് എന്താ പറഞ്ഞ? ചൂട. കായൽ ചൂട. ഓരോ വല അനുസരിച്ചല്ലേ? ഇതില് ചെറിയ മീനെ കിട്ടത്തുള്ളൂ ഈ വലയില്.
ഇങ്ങനെ മീൻ കിടക്കുന്ന വീട്ടുവല ഇട്ടാണ് കായല് അരിച്ചരിച്ചിട്ട് മീൻ കിട്ടാനേ ഇവന്റെ നാട്ടുകാർ കണ്ടില്ലേ വല. ഇത് അടുത്ത ഒരു ചെറിയൊരു വള്ളം വന്ന് കുറച്ച് ചെമ്മീൻ 250 രൂപയ്ക്ക് 250 രൂപയ്ക്ക് 4-5 കൊഞ്ച് കിട്ടി കേട്ടോ. വല്ല മീനൊന്നും ഇല്ല, പറയത്തേക്കൊന്നും ഇല്ലതോ. അതിന്റെ കൂടെ വേറെ ചെറുതെന്തോണ്ടല്ലേ? പിന്നെ ആണോ അൻഷാദൊക്കെ മേടിച്ചേട്ടാ? അൻഷാദൊക്കെ ഒന്ന് കാണിച്ചു നോട്ടെ. ഇങ്ങോട്ട് എത്തേട്ടാ. അവിടെ ചാടി കായലിലോട്ട് പോയി കഴിഞ്ഞാൽ പണിയാ. ആ ശരിയാ. 250 രൂപയുടെ കൊഞ്ച് കേട്ടോ. വലുതാണ് സാധനം. നോട്ടെ കറിയിടാവോ? എടുത്തോ. അടിപൊളി. ഇതാണ്ടോ വലിയ കൊഞ്ച്. എന്റെ കൊഞ്ച് ഇതാണ്ടോ. നമ്മളിതാ മീനൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. നമ്മളിപ്പോ മീൻ മേടിച്ചിട്ട് നമ്മുടെ സ്വന്തം പാലം മൺട്രോ അല്ലല്ലോ, നമ്മുടെ പെരുമൺ പാലത്തിന്റെ അടുത്ത് വന്നു. ഞാൻ മീൻ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിരിക്കുക കേട്ടോ. മീൻ അൻഷാദ് ഡിസ്പ്ലേ ഇട്ടിരിക്കുകയാണ്. ഇത്രയും ഉള്ളു കേട്ടോ. നേരത്തെ ശരിക്കും കാണിക്കാൻ പറ്റിയില്ലതാ. ഒരു 5-6 മീനും ഒരു ചെറിയ വെള്ള കളറുള്ള മീനൊക്കെ ആയിട്ട് ഇത്രയൊക്കെ ഉള്ളു. പിന്നെ 350 രൂപ കൊടുക്കണം. ഓ കച്ചവടം അതിനിട്ടിരിക്കുകയല്ലേ? കച്ചവടത്തിനിട്ടിരിക്കുക. ഇവിടെ ഒന്നും ഒരു മനുഷ്യരില്ല. ഇവിടെ ഒരു കേൾക്കാൻ ആരുമില്ല. കച്ചവടം ആള് വന്ന്. നിങ്ങൾ ഭയങ്കര ബിസിനസ്മാൻ ആണല്ലോ. അപ്പൊ ഞങ്ങളെ കൊല്ലത്തിന്റെ വളരെ ബ്യൂട്ടിയൊക്കെ കാണിച്ചു തന്നു. ഇത് അപ്പുറത്ത് പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ടോ. ഇനി ഇവിടെ അടിപൊളി ഒരു വികസനമാണ് വരാൻ പോകുന്നത്. ഇതാ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ളൊരു പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമായി. ഇപ്പോൾ ഈ നമുക്ക് നടന്ന് ഇതിനകത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ജങ്കാർ വഴി വരണം. ഇനി നമുക്ക് ഭാവിയിൽ ജങ്കാറിൽ വരേണ്ട ആവശ്യമില്ല, നമുക്കിനി റോഡ് വഴി വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെല്ലാം ഒതുക്കിയിട്ടാണ്. അത് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവാം. നീ നിന്റെ വീഡിയോ നിർത്താൻ പോവുകയാണ്. ഞാൻ ഇവിടെ വിറ്റ് തീർന്നിട്ടാ ഞാൻ ഇവിടെ പോണോള്. 100 രൂപ ലാഭം കൊണ്ടേ പോണോള്. ചേട്ടാ കൊഞ്ചാണോ? കൊഞ്ച് ലാഭത്തിൽ ഞാൻ പറയാം, നിങ്ങൾ യൂട്യൂബൊക്കെ നിർത്തിയിട്ടല്ല മീൻ കച്ചവടം തുടങ്ങി. അതാണ് ബെറ്റർ. നല്ല ലാഭത്തിൽ കൊഞ്ചേട്ടാ ആണോ? ട്രെയിൻ വന്നിരുന്നെങ്കിൽ ഇവിടെ നല്ല കിടിലം വിഷയമാണ് കേട്ടോ. അപ്പുറത്തെ ഒരു കള്ള് ഷാപ്പാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ കള്ള് ഷാപ്പാണ്. ഇവിടെ നല്ല പണി നടക്കുന്നുണ്ട് കേട്ടോ. തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. ഉടനെ പാലം വരും. ഈ വെള്ളത്തിൽ എങ്ങനെയാണോ എന്തോ അല്ലേ ഇതിൻ്റെ പില്ലറൊക്കെ ചെയ്യുന്നത്. എൻജിനീയറിങ്. അപ്പം അനുഷാദിക്കാ പോവാം. എല്ലാം പാക്ക് ചെയ്തോ? നമ്മള് തിരിച്ച് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. പോകാൻ നിന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഞണ്ടിനെ കിട്ടി കേട്ടോ. നല്ല പിടയ്ക്കുന്ന ഞണ്ട്. അത് അത്ര 500 അല്ലേ? നിങ്ങൾ ഈ പാളത്തിൽ നിൽക്കണ്ട, കുറച്ച് ഇങ്ങോട്ട് നിന്നോ. കുഴപ്പമില്ല, ട്രെയിൻ വരുമോ? ഞണ്ടിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ജീവനുള്ള ഞണ്ട്. ഇത് മറ്റേ വീഡിയോ ഒക്കെ ചെയ്ത സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. നമ്മളെ ഫിറോസ്ക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് ഇന്നിപ്പോ വലിയ കണ്ടില്ല, അല്ലെങ്കിൽ അത് കാണിച്ചു തരാം. എന്നാലും മാംസം ഉണ്ടല്ലോ. കറിയിട്ട് അത് പോവല്ലേ? കാല് കെട്ടിട്ടുണ്ടല്ലോ, പോത്തില്ലല്ലോ. ഒരു ഒരെണ്ണത്തിന് വെളിയെടുക്കാം. കാല് കെട്ടിയിടോ? കാല് കെട്ടും ഉണ്ടല്ലേ? അത് ഇറങ്ങി പോവല്ലേ? മാംസം ഉണ്ടോ? മാംസം ഉള്ളതാണോ? കൈ പിടിക്കുന്നു. ഇതിനെ കാലൊടിച്ചതാ. കാലില്ല. അത് പിന്നെന്തോ പിന്നെ അതിലൊക്കെ കാല് മറ്റേ ഫ്രണ്ട് ഇറുക്കുന്ന കാലടി. അങ്ങനെ ഇത് ചാവത്തില്ലല്ലോ, ഇത് കരയിൽ ജീവിക്കുമല്ലോ. ഓടി ഓടി ടയറൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. കൊള്ളാം. ഇതല്ല അത്യാവശ്യം വലിപ്പമുള്ള. ഇത് ഭയങ്കര വലുതാവും. ഇതെല്ലാം രണ്ട് ഞണ്ടിങ്ങനെ ഓക്കെ. കൊല്ലാൻ ഇപ്പൊ സന്തോഷമായല്ലോ. ഇതുപോലെ ഫ്രീസറിനകത്ത് ഇട്ടൊരു അരമണിക്കൂർ. ഇത് പെട്ടെന്ന് ചാവത്തില്ലല്ലേ? ചാവാൻ പാടാ. നിങ്ങൾ പഠിക്കുന്നതിന് തുല്യ ഈ ചത്തട്ട് പഠിക്കുന്നതാണ് നല്ലത്. ചൂട് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. പൈസ കൊടുത്താ? കമോണോ കൊടുത്താ? ചൂടാകുമ്പോ ഇത് തന്നെ പെട്ടെന്ന് ചാവും. ചൂട് തട്ടിയാണ് ആണല്ലേ? അതാ നല്ലത്, അല്ലെങ്കിൽ മീറ്റ് പോകും. ഓ ശരി, താങ്ക്സ് ഗൈസ്. അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച് തിരിച്ച് പോകാൻ നിൽക്കട്ടോ. അപ്പോൾ അൻഷാദിക്കാക്ക് തമ്മയിൽ എടുക്കാൻ വേണ്ടി ഒരു പിക്ചർ എടുക്കുക കേട്ടോ. നോക്കി, നല്ല വലിയ ഞണ്ട് കേട്ടോ. കണ്ടോ? അതിൻ്റെ ഇതില്ലേ, അതിൻ്റെ കൈ കെട്ടിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇതൊക്കെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ഇറുക്കിക്കളയും കേട്ടോ.
സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നല്ല കിടിലം മീനൊക്കെ മേടിച്ച് അഞ്ചാതൊക്കെ എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. വികാസ് എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ 1500 രൂപയ്ക്ക് മേടിക്കാൻ വേണ്ടി 1500 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ടിരുന്ന ഇത് എന്റെ അതിബുദ്ധിപരമായ ഇടപെടൽ മൂലം ഞാൻ വളരെ ലാഭത്തില് 750 രൂപ വാങ്ങിച്ച്, നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല, വികാസിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ലാഭത്തിന് മീൻ കിട്ടും. കിട്ടും. അപ്പൊ നമ്മള് ലാഭത്തിന് മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ലിങ്കും കാര്യങ്ങളും അൻഷാദ് നാസർ എന്നുള്ള യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കൊടുക്കും കേട്ടോ. അപ്പം ബൈ 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 ബൈ.